Hi everyone, welcome back to Learnino. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് മെയിനായിട്ട് റോ എക്ലോൺ ഫോം, റാങ്ക് ഓഫ് എ മെട്രിക്സ്, സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ സബ് ടോപ്പിക്സ് ആണ് റോ എക്ലോൺ ഫോം, റാങ്ക് ഓഫ് എ മെട്രിക്സ്, സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. So let us start. First topic, raw echelon form. A matrix is said to be in a raw echelon form if it satisfies the following conditions. അപ്പോൾ ഒരു മെട്രിക്സ് എന്താണ്, ആ മെട്രിക്സിനെ എങ്ങനെയാണ് ഒരു റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അപ്പോൾ അത് എപ്പോഴാണ് ഒരു റോ എക്ലോൺ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് കണ്ടീഷൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യണം. ആ പറയുന്ന കണ്ടീഷൻസ് ആണ്: ഫസ്റ്റ് വൺ, ഓൾ സീറോ റോസ് ആർ എറ്റ് ദ ബോട്ടം, അതായത് സീറോ എലിമെന്റ്സ് ഉള്ള റോസ് എല്ലാം ബോട്ടം സൈഡിലായിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ, ദ ഫസ്റ്റ് നോൺ സീറോ എൻട്രി ഫ്രം ദ ലെഫ്റ്റ്, അതായത് ലീഡിംഗ് എലമെന്റ് ഇസ് എ 1. ഓക്കെ, അപ്പോൾ ലീഡിംഗ് എലമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് നോൺ സീറോ എൻട്രി ഫ്രം ദ ലെഫ്റ്റ്, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് നോൺ സീറോ എൻട്രി, അതായത് ആ ഒരു എലമെന്റിനെയാണ് പറയുന്നത്. ആ എലമെന്റിന് പറയുന്ന പേരാണ് ലീഡിംഗ് എലമെന്റ്, അത് 1 ആയിരിക്കണം. ഇനി സെക്കൻഡ് കണ്ടീഷൻ അതാണ്, അതായത് ഫസ്റ്റ് നോൺ സീറോ എൻട്രി ഫ്രം ദ ലെഫ്റ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് ലീഡിംഗ് എലമെന്റ്. And third condition എന്ന് പറയുന്നത് each leading one is to the right of all leading ones in the rows above it. അതായത് ഓരോ കോളംസ് ഓരോ റോസ് വെച്ച് നോക്കുമ്പോൾ അക്കോർഡിംഗ് ടു ദ റോ ഓരോ ലീഡിംഗ് വൺ എന്ന് പറയുന്നത് ആദ്യത്തെ നോൺ സീറോ എൻട്രി എലമെന്റ് ആണ് കേട്ടോ. ഈച്ച് ലീഡിംഗ് വൺ ഇസ് ടു ദ റൈറ്റ് ഓഫ് ഓൾ ലീഡിംഗ് വൺസ് ഇൻ ദ റോസ് അബൌവ് ഇറ്റ്. ഇപ്പോൾ ഫസ്റ്റ് റോ ഉണ്ട്, സെക്കൻഡ് റോ ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് റോയില് ലീഡിംഗ് എലമെന്റ് 1 ഇവിടെ ഉണ്ട് വിചാരിക്കും. സെക്കൻഡ് റോയില് ലീഡിംഗ് എലമെന്റ് എന്ന് പറയുന്നത് ഈ ലീഡിംഗ് എലമെന്റിന് റൈറ്റ് ആയിരിക്കും. ഓക്കെ, അതായത് തൊട്ട് മുന്നത്തെ റോയിലത്തെ ലീഡിംഗ് എലമെന്റിന്റെ റൈറ്റ് സൈഡിലായിരിക്കും നെക്സ്റ്റ് റോയിന്റെ ലീഡിംഗ് എലമെന്റ് 1 എന്ന് പറയുന്നത് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസിൽ ഇപ്പൊ ഈ 3 കണ്ടീഷൻസും സൈമൾട്ടേനിയസ്ലി ഫോളോ ചെയ്യണം, എങ്കിൽ മാത്രമാണ് നമ്മൾ പറയുന്ന മെട്രിക്സ് റോ എക്ലോൺ ഫോമുല എന്ന് പറയാൻ പറ്റുക. ഇനി നെക്സ്റ്റ് ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, അതായത് റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോമുല ആണെങ്കിൽ, ദാറ്റ് ഈസ് റോ എക്ലോൺ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 3 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഓക്കെ, ഏതൊക്കെയാണ്? ഓൾ സീറോ റോസ് ആർ അറ്റ് ദ ബോട്ടം സൈഡിലായിരിക്കും എല്ലാം സീറോ റോസ് ഉള്ളത്. സെക്കൻഡ് കേസ്, ലീഡിംഗ് എലമെന്റ്, അതായത് ഫസ്റ്റ് നോൺ സീറോ എൻട്രി ഫ്രം ദ ലെഫ്റ്റ്, അതാണ് ലീഡിംഗ് എലമെന്റ്, ഇറ്റ് ഈസ് എ 1. തേർഡ് കേസിൽ ഈച്ച് ലീഡിംഗ് വൺ ഇസ് ടു ദ റൈറ്റ് ഓഫ് ഓൾ ലീഡിംഗ് വൺസ് ഇൻ ദ റോസ് അബവ് ഇറ്റ്, അതായത് പ്രീവിയസ് റോനെ കമ്പയർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് റോ, അതിന്റെ തൊട്ട് നെക്സ്റ്റ് റോയില് നമുക്ക് ആ 1 ലീഡിംഗ് 1 എന്ന് പറയുന്നത് ടു ദ റൈറ്റ് ഓഫ് ദ 1 ഇൻ ദ ലീഡിംഗ് എലമെന്റ് ഇൻ ദ ഫസ്റ്റ് റോ. ഓക്കെ, ഇനി ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മുടെ മെട്രിക്സ് എന്താണ്? റോ എക്ലോൺ ഫോമിലാണ്. ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, അതായത് റോ എക്ലോൺ മെട്രിക്സ് ഇസ് സെറ്റ് ടു ബി ഇൻ റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം, അതായത് ഇനി വീണ്ടും റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം ആണെന്ന് പറയണമെങ്കിൽ ഈ 3 കണ്ടീഷൻസിന്റെ ഒപ്പം ഒരു കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, അതായത് ഈച്ച് ലീഡിംഗ് വൺ ഇസ് ദ ഓൺലി നോൺ സീറോ എൻട്രി ഇൻ ഇറ്റ്സ് കോളം. ആ കോളത്തില് ആ ഒരു ലീഡിംഗ് 1 എന്ന് പറയുന്നത്, ലീഡിംഗ് 1 എന്താ? ലെഫ്റ്റ് എന്ന് നോക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ആണ്, ഫസ്റ്റ് എൻട്രി ആണ്. ആ ലീഡിംഗ് 1, ഓരോ ലീഡിംഗ് 1 എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ദ ഓൺലി നോൺ സീറോ എൻട്രി ഇൻ ഇറ്റ്സ് കോളം. ആ കോളത്തില് അത് മാത്രമായിരിക്കണം നോൺ സീറോ എലമെന്റ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് മെട്രിക്സ് ആൻഡ് സെക്കൻഡ് മെട്രിക്സ് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പൊ ഇവിടെ എലമെന്റ്സ് എല്ലാം, ഇവിടെ ഇപ്പോ സീറോ എലമെന്റ്സ് എല്ലാം എന്താ? താഴത്തെ സെക്ഷനിലാണ്, ബോട്ടം റോയിലാണ് അല്ലെ. ഇനി നെക്സ്റ്റ് കേസില് നമ്മളിപ്പോ ലീഡിംഗ് എലമെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞല്ലേ, ലീഡിംഗ് എലമെന്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം എന്ന് പറഞ്ഞു. എല്ലാം റെഡ്യൂസ്ഡ് മെട്രിക്സിൽ 1 ആയിരിക്കണം എന്നില്ല കേട്ടോ, 1 അല്ലാതെ വേറെ എലമെന്റ്സും വരാം. ഓക്കെ, നോൺ സീറോ എലമെന്റ്സ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല തേർഡ് കണ്ടീഷൻ നമ്മൾ എന്താ പറഞ്ഞത്, അതായത് ഇപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റോ കമ്പയർ ചെയ്യും. ഇപ്പൊ സെക്കൻഡ് റോയില് 1 ലീഡിംഗ് എലമെന്റ് 1 എന്ന് പറയുന്നത് ടു ദ റൈറ്റ് ഓഫ് ഫസ്റ്റ് ലീഡിംഗ് എലമെന്റ് ആണ് അല്ലെ, അതും ശരിയാണ്. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ സെക്കൻഡ് മെട്രിക്സിന്റെ കേസ് നോക്കുമ്പോൾ ഇതേപോലെ ലാസ്റ്റ് കണ്ടീഷൻ നോക്കുക, അതായത് ഈച്ച് ലീഡിംഗ് 1 ഇസ് ദ ഓൺലി നോൺ സീറോ എൻട്രി ഇൻ ഇറ്റ്സ് കോളം. അപ്പൊ ഈച്ച് ലീഡിംഗ് 1 എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. അപ്പൊ ഇതിന്റെ കോളത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ, കോളത്തിലെ ബാക്കി എലമെന്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് മാത്രമാണ് നോൺ സീറോ എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ തന്നെ വരണം എന്നില്ല. ഇപ്പൊ ഈ കേസിൽ ഇവിടെ ഇപ്പോ ബാക്കി ഈ എലമെന്റ്സ് ഇപ്പൊ ഫസ്റ്റ് കേസിൽ 1 ഓക്കെ, സെക്കൻഡ് കേസിൽ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ എലമെന്റ് എന്ന് പറയുന്നത് ഓൾറെഡി 0 ആണ്. ഞാൻ പറഞ്ഞു എല്ലാം അങ്ങനെ റെഡ്യൂസ് ഫോം ആവണമെന്നില്ല. ഇവിടെ ലീഡിംഗ് എലമെന്റ് 1 ആണ്, സെക്കൻഡ് കേസിൽ 0, ദെൻ 0 0, ഇവിടെ താഴത്തെ പോർഷൻ ഫുൾ 0 എലമെന്റ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. പിന്നെ ഓരോ റോയിലും ലീഡിംഗ് എലമെന്റ് എന്ന് പറയുന്നത് 1 ആവണം എന്നില്ല. ക്ലിയർ ആയോ? അപ്പൊ ഇവിടുത്തെ നോൺ സീറോ എലമെന്റ് 8 ഉണ്ടെന്ന് മാത്രം. ആൻഡ്
all conditions, ഇപ്പോൾ ഇതെല്ലാം കണ്ടീഷൻസും ഈ പറയുന്ന 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതാണ് reduced echelon form. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. The rank of a matrix is equal to the number of non-zero rows in its equivalent row echelon form. ഇപ്പോൾ നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. അപ്പോൾ അവിടെ ഇതേപോലെ നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്തു മെട്രിക്സിനെ. ആ റെഡ്യൂസ് ചെയ്ത് കിട്ടുന്ന ഫോം ഒരു റോ എക്ലോൺ ഫോം തന്നെയാണ്. ക്ലിയർ ആയോ? അതിൽ ഒരു റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താ? നമ്മളൊരു മെട്രിക്സ് കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഫൈനലി നോൺ സീറോ റോസ് ഉണ്ടാവില്ലേ, അത് എത്ര എണ്ണം ഉണ്ടോ അതാണ് ആ മെട്രിക്സിന്റെ റാങ്ക്. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആദ്യം എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ്, റോ ട്രാൻസ്ഫോർമേഷൻസ് എല്ലാം ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ്ഡ് ഫോമിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ടോ അതാണ് റാങ്ക് ഓഫ് ദ മെട്രിക്സ്. ഇപ്പൊ എക്സാമ്പിൾസ് നോക്കാം. ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്. മെട്രിക്സ് 3 0 2 2 -6 42 24 54 21 -21 0 -15. അപ്പൊ ആദ്യം നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്യും, എന്നിട്ട് നോൺ സീറോ റോസ് എത്രയുണ്ടോ എന്ന് കൗണ്ട് ചെയ്തിട്ട് അതാണ് റാങ്ക് ഓഫ് ദ മെട്രിക്സ്. ഇവിടെ എ എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് എന്താ? മെട്രിക്സ് 3 0 2 2 -6 42 24 54 21 -21 0 -15. അപ്പൊ അത് നമ്മൾ ആദ്യം കുറച്ച് ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യാം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം R2നെ R2 + 2R1ലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം. R2 എന്ന് പറയുന്നത് ഇതാണ് -6 42 24 54. അതിന് R2 + 2R1, അതായത് R2 + 2 × R1. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അതായത് 2R1 എന്ന് പറയുന്നത് എന്താ? 6 + -6. ഓക്കെ, അതാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് എലമെന്റ്സ് വരിക. സെക്കൻഡ് സെറ്റ് ഓഫ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ 2 × 0 പറയുന്നത് 0 തന്നെയാണ്. പ്ലസ് എന്താ വരിക? 42. അങ്ങനെ തന്നെ എഴുതി. ഇനി നെക്സ്റ്റ് കേസ് 2 × 2, ദാറ്റ് ഇസ് 4. 4 + 24, ആ സെയിം എലമെന്റ് തന്നെ എഴുതി. ലാസ്റ്റ് വൺ 2 × 2, ദാറ്റ് ഇസ് 4 പ്ലസ് ഫൈനൽ എലമെന്റ് എന്താ? 54. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് എന്താ കിട്ടുക? 6 + -6 എന്താ? 0. ഇതൊന്നും ക്യാൻസൽ ആയി 0 കിട്ടും. ഓക്കെ, ഈ ഫസ്റ്റ് എലമെന്റ് 0 കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. 0 + 42 42, 24 + 4 28 and 54 + 4 58. ഇതാണ് നമുക്ക് at present നമുക്ക് കിട്ടിയിരിക്കുന്ന ട്രാൻസ്ഫോംഡ് R2. 0 42 28 58. പ്രിന്റ് ചെയ്തൊന്ന് ഇറേസ് ചെയ്തോട്ടെ. ഇനി സെക്കൻഡ് ട്രാൻസ്ഫോർമേഷൻ ഇവിടെ ചെയ്തിരിക്കുന്ന ഏതിനാണ്? R3ക്കാണ്. തേർഡ് റോ. R3 is transformed to R3 - 7R1. സോ R3 അങ്ങനെ തന്നെ എഴുതുക ആൻഡ് 7R1, അതായത് R3 ഇതാണ് ആൻഡ് 7 times R1 ചെയ്യണം. അത് മാത്രമല്ല ഇറ്റ് ഷുഡ് ബി സബ്ട്രാക്റ്റഡ്. അപ്പൊ R3 - 7R1 ഇതാണ് ന്യൂ ട്രാൻസ്ഫോംഡ് R3. അപ്പൊ R3യുടെ എലമെന്റ്സ് നോക്കാം. R3 എന്ന് പറയുന്നത് 21 -21 0 -15. ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ഫസ്റ്റ് എലമെന്റ്സ് ബേസിക് ആയിട്ട് 0 ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതനുസരിച്ചാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. അപ്പോൾ 7 times R1 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഓൾറെഡി R3യിൽ 21 ഉണ്ട്, +21 ഉണ്ട്. ഇവിടെ 3 ഉണ്ട്, R1ൽ 3 ഉണ്ട്. 7 × 3 ആണ് 21. പിന്നെ അത് മാത്രമല്ല സബ്ട്രാക്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ ഫസ്റ്റ് എലമെന്റ്സ് 0 ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. സോ 21 -21 0 -15. ഇനി -7R1 ആണ്. അപ്പോൾ -7 × 3 21. ഇനി 7 × 0 0, 7 × 2 14, ലാസ്റ്റ് വൺ 7 × 2 14. ഇനി ഇതെല്ലാം സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 21 -21 ഫസ്റ്റ് ടേം എലമെന്റ് 0 ആയി കിട്ടും. -21 - 0 എന്താ? -21. 0 -14 -14, -15 -14 എന്താ? -29. അപ്പോൾ നമുക്ക് ന്യൂ ട്രാൻസ്ഫോംഡ് R3 എന്താ? 0 -21 -14 -29. ഒന്ന് ഇറേസ് ചെയ്തോട്ടെ. ഇനി നെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷൻ, ഒരു ട്രാൻസ്ഫോർമേഷനും കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കിട്ടിയ എലമെന്റ്സിൽ ഈ എലമെന്റും കൂടി 0 ആയിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് റെഡ്യൂസ് ഫോമിൽ കിട്ടുള്ളൂ. സോ ഈ എലമെന്റ് 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ് R3 ട്രാൻസ്ഫോം ടു 2R3 + R2. ദാറ്റ് ഇസ് 2R3, അതായത് ട്വൈസ് R3 ചെയ്യണം പ്ലസ്
R2 ചെയ്യണം. Okay, twice R3 plus R2. അപ്പോൾ twice R3 plus R2 പറയുമ്പോൾ R2ത്തെ എലമെന്റ്സ് അങ്ങനെ തന്നെ എഴുതി 0, 42, 28, 58 plus again R2 2R3 ആണ് അല്ലേ, R2 plus 2R3 ആണ്. അപ്പോൾ 2R3 പറയുമ്പോൾ 2 into 0 sorry 0. Next one 2 into minus 21 എന്താ minus 42. Next case ല 2 into minus 14 minus 28. Last case minus 29 into 2 എന്താ again minus 58. ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി എല്ലാം ടേംസും അതായത് തേർഡ് എലമെന്റിലെ ടേംസ് തേർഡ് റോയിലെ എലമെന്റ്സ് എല്ലാം 0 ആയിട്ട് കിട്ടും. ഓക്കെ, എല്ലാത്തിലും അങ്ങനെ ആവണമെന്നില്ല, ഇതിലിപ്പോൾ അങ്ങനെ ആയി. 42 minus 42 0. ഫസ്റ്റ് കേസ് ഓൾറെഡി 0 plus 0 ആണ്. 28 plus minus 28 0. 58 plus minus 58 0. അപ്പോൾ എല്ലാ എലമെന്റ്സും 0 ആയി. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി റെഡ്യൂസ്ഡ് ഫോം ആണ്. റെഡ്യൂസ്ഡ് ഫോം കമ്പയർ ചെയ്യുക, അതായത് ബാക്കി എല്ലാം 0 എലമെന്റ്സും ബിലോ പോർഷനിലാണ്, ബോട്ടം പോർഷനിലാണ്. ഇനി ഞാൻ പറഞ്ഞില്ല ലീഡിംഗ് എലമെന്റ് 1 തന്നെ ആവണം എന്നില്ല, ബാക്കി നോൺ സീറോ എലമെന്റ്സ് വരാം. അപ്പൊ ഇവിടെ റാങ്ക്, ഇനി നമുക്ക് റാങ്ക് ഡിറ്റർമിൻ ചെയ്യാം. റാങ്ക് എന്ന് പറയുന്നത് എന്താ, നമ്പർ ഓഫ് നോൺ സീറോ റോസ് അല്ലെ. അപ്പൊ ഈ ഒരു മെട്രിക്സിൽ ഇതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. നമുക്ക് ഈ റെഡ്യൂസ്ഡ് ഫോം, അതായത് റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിൽ നമുക്ക് റാങ്ക് നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയുള്ളത്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അല്ല. അപ്പൊ തേർഡ് വൺ എന്ന് പറയുന്നത് 0 ആയിപ്പോയി. ഇപ്പൊ 0 എലമെന്റ്സ്, അപ്പൊ അതിന്റെ റോ കൺസിഡർ ചെയ്യില്ല. സോ 1 and 2, അതായത് 2 ആണ് നമ്പർ ഓഫ് സീറോ റോ, നോൺ സീറോ റോസ്. സോ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്താ, 2 ആണ് ആൻസർ വരും. Next question, determine the rank of the matrix 0 1 0 minus 1 0 minus 4 0 4 0. ഇവിടെ അഗെയിൻ ആ മെട്രിക്സ് എഴുതുക, റെഡ്യൂസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് നോൺ സീറോ റോസ് ഉണ്ടോ എത്രയാണോ അത് റാങ്ക് ഓഫ് ദ മെട്രിക്സ്. സെയിം പ്രൊസീജിയർ തന്നെ റോ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് R1 is interchanged to R2. ഈ ഒരു ആരോ മാർക്കിൻ മീനിങ് എന്താ, ഇന്റർചേഞ്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് പൊസിഷൻസ് ചേഞ്ച് ചെയ്യും. സോ R1 R2ലും R2 R1ലും നമ്മൾ എഴുതുക. അപ്പൊ ഇവിടെ ഇത് ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ 0 1 സോറി R1 and R2 ആണ് കേട്ടോ, R3 അല്ല. R1 and R2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 2 റോസ് അല്ലെ, ഇത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്തു. അപ്പോൾ 0 1 0 എന്നുള്ളത് സെക്കൻഡ് റോ ആവും, -1 0 -4 ഫസ്റ്റ് റോ ആയിട്ട് എഴുതാം. ബാക്കിയെല്ലാം സെയിം. ഇനി നെക്സ്റ്റ് ഒരു ട്രാൻസ്ഫോർമേഷനും കൂടി ചെയ്യേണ്ടത് എന്താ, നമുക്ക് ഈ 4 എന്ന് പറയുന്നത് 0 ആക്കണം. അപ്പോൾ റെഡ്യൂസ് ഫോം ആയിട്ട് കിട്ടും. സോ 4 0 ആക്കാൻ വേണ്ടിയിട്ട് R3 minus 4 R2 ചെയ്യാം. R3 minus 4 R2. അപ്പോൾ പ്രീവിയസ് മെട്രിക്സിൽ R3 R2 കൺസിഡർ ചെയ്യാം. 4 R2 ആണ് അല്ലെ. അപ്പോൾ 4 R2 എന്നിട്ടും സബ്ട്രാക്ട് ചെയ്യാം. സോ R3 എന്ന് പറയുന്നത് R3 0 4 0 മൈനസ് 4 R2, കാരണം നമുക്ക് 4നെയാണ് റെഡ്യൂസ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ 1 ഓൾറെഡി ഉണ്ട്. അപ്പൊ 1 into 4 ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ 0 ആയി പോകും. സോ 0 4 0 മൈനസ്, ഇനി 4 times 0 എന്താ 0. നെക്സ്റ്റ് 4 into 1 4, 4 into 0 എന്താ 0. ഇത് സബ്ട്രാക്ട് ചെയ്താൽ എന്താ കിട്ടുക 0 0 0. സോ ലാസ്റ്റ് റോ എന്താവും, കംപ്ലീറ്റ് 0 ആയിട്ട് കിട്ടും. സോ അഗെയിൻ ഇവിടെ നോൺ സീറോ റോസ് എത്രയുണ്ട്, 2 ആണ് അല്ലെ. അപ്പൊ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്താ 2 ആണ്. ഇനി കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്യുക. ഫസ്റ്റ് വീഡിയോയിൽ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജനറൽ ആയിട്ട്. ഒന്നുകൂടി നമുക്ക് ഇത് നോക്കാം ഏതൊക്കെ പോയിന്റ്സ് ആണ്, അതായത് സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഏതൊക്കെ ടൈപ്സ് ആണെന്നുള്ളത് പറയാം. അപ്പോൾ കൺസിഡർ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് AX is equal to B. ഇനി റാങ്ക് എന്ന് പറയുന്നത് നമ്മൾ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്താണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് മനസ്സിലായി അല്ലെ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ കൺസിസ്റ്റൻസി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So if first case if rank of A is not equal to rank of AB നമ്മൾ ഓൾറെഡി ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ AB എന്ന് പറയുന്നത് എന്തായിരുന്നു, ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ് അല്ലെ. AB അതായത് B എന്ന് പറയുന്ന RHSലെ ആ കോഎഫിഷ്യന്റ്സിന്റെ കോൺസ്റ്റന്റ്സിന്റെ മെട്രിക്സ് നമ്മൾ Aയിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതാണ് ഓഗ്മെന്റഡ് മെട്രിക്സ് AB എന്ന് പറയുന്നത്. ഇനി റാങ്ക് ഓഫ് A if it is not equal to rank of AB, അതായത് Aയുടെ റാങ്കും ഓഗ്മെന്റഡ് മെട്രിക്സ് ABയുടെ റാങ്കും ഈക്വൽ അല്ലെങ്കിൽ the system is inconsistent and has no solution. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിനെ പറയുന്നത് ഇൻകൺസിസ്റ്റന്റ് ആണ്, പിന്നെ അത് മാത്രമല്ല സൊല്യൂഷൻ ഒന്നും ഇല്ല. ഇനി സെക്കൻഡ് കേസിൽ റാങ്ക് ഓഫ് A is equal to rank of AB. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞത് റാങ്ക് ഓഫ് A not equal to rank of AB ആണ്, അങ്ങനെയാണെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആണ്, നോ സൊല്യൂഷൻ ആണ്. സെക്കൻഡ് കേസിൽ രണ്ടും ഈക്വൽ ആണ്, അത് മാത്രമല്ല is equal to the number of unknowns. ഇപ്പോൾ number of unknowns എന്ന് പറയുമ്പോൾ x y z വേരിയബിൾസ് ഉണ്ടാവല്ലോ, it can be more than that.
അപ്പൊ നമുക്ക് എത്രയാണോ നമ്പർ ഓഫ് അൺനോൺസ് അതും ഈ പറയുന്ന രണ്ട് മെട്രിക്സിന്റെ റാങ്കും എയുടെ എ ബിയുടെ റാങ്കും നമ്പർ ഓഫ് അൺനോൺസും സെയിം ആണെങ്കിൽ സിസ്റ്റം എന്താണ് കൺസിസ്റ്റന്റ് ആണ്. അത് മാത്രമല്ല ഇറ്റ് ഹാസ് എ യുണീക് സൊല്യൂഷൻ. ക്ലിയർ ആയല്ലോ? അത് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ് ആൻഡ് ഇറ്റ് ഹാസ് എ യുണീക് സൊല്യൂഷൻ. ഇനി തേർഡ് കേസിൽ റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി. ആ സെക്കൻഡ് കേസിലെ ഫസ്റ്റ് കറക്റ്റ് ആണ്. റാങ്ക് എയും റാങ്ക് എ ബിയും സെയിം ആണ്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. അതായത് പകരം ഇൻസ്റ്റെഡ് it is less than the number of unknowns. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. കമ്പയർ ചെയ്ത് പഠിക്കുക. ഇപ്പൊ സെക്കൻഡ് ആൻഡ് തേർഡ് കേസിൽ രണ്ട് കേസിലും റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും സെയിം ആണ്. പക്ഷെ എന്താ ഡിഫറൻസ്? if it is same as the number of unknowns, അങ്ങനെയാണെങ്കിൽ സിസ്റ്റം is consistent and has a unique solution. ഇനി തേർഡ് കേസ് എന്താ പറഞ്ഞത്? both rank of A and AB are equal, but it is less than the number of unknowns. Okay, less than number of unknowns. അപ്പോൾ number of unknowns കൂടുതലായിരിക്കും. ആ കേസിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, പക്ഷെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഇൻ കേസ് ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻസ്, ഹോമോജീനിയസ് ഇക്വേഷൻസിന്റെ പ്രത്യേകത എന്താ? ഈ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? അപ്പൊ Ax equal to B എന്ന് പറയുന്നത് Ax equal to 0 ഫോമിലായിരിക്കും. സോ റാങ്ക് ഓഫ് A is equal to number of unknowns ആണെങ്കിൽ ഹോമോജീനിയസ് സിസ്റ്റം ഹാസ് ട്രിവിയൽ സൊല്യൂഷൻ ദാറ്റ് is x equal to 0. അതായത് റാങ്ക് ഓഫ് A is equal to number of unknowns. ഇപ്പൊ ഇവിടെ നമ്മൾ A B എന്ന് പറയുന്ന ഓഗ്മെന്റഡ് മെട്രിക്സ് എടുക്കേണ്ട കാര്യമില്ല, കാരണം B എന്ന് പറയുന്ന മെട്രിക്സ് 0 ആണ് അല്ലെ? അപ്പോൾ Ax equal to B ല് B എന്ന് പറയുന്നത് RHS പാർട്ട് 0 ആണ്. അപ്പൊ നമ്മൾ എയുടെ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് കൺസിസ്റ്റൻസി. റാങ്ക് ഓഫ് A is equal to number of unknowns ആണെങ്കിൽ, രണ്ടും സെയിം ആണെങ്കിൽ ഹോമോജീനിയസ് സിസ്റ്റം ഹാസ് ട്രിവിയൽ സൊല്യൂഷൻ. അതായത് x equal to 0 ആണ് സൊല്യൂഷൻ വരിക. അതിനെ പറയുന്നതാണ് ട്രിവിയൽ സൊല്യൂഷൻ ആണ്. ഓക്കെ, ഇനിയിപ്പോ സപ്പോസ് വേറെ ഏതെങ്കിലും നോൺ സീറോ സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ അതിന് നോൺ ട്രിവിയൽ എന്നാണ് പറയുക. ഇപ്പൊ ഇഫ് റാങ്ക് ഓഫ് A is less than number of unknowns, നമ്മൾ ഈക്വൽ ടു കേസിലാണ് പറഞ്ഞത് ഇറ്റ് ഹാസ് ട്രിവിയൽ സൊല്യൂഷൻ ദാറ്റ് ഇസ് x equal to 0. ഓക്കെ, ഇനി ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്, അങ്ങനെയാണെങ്കിൽ ഹോമോജീനസ് സിസ്റ്റം ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. നമ്മളിപ്പോ നേരത്തെ കേസിൽ, അതായത് നോൺ ഹോമോജീനസിന്റെ കേസിലാണെങ്കിലും ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിലും അവിടെ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണെന്ന് പറഞ്ഞു. അതേപോലെ നമ്മുടെ ഹോമോജീനസ് ഇക്വേഷൻസിന്റെ കേസിലും റാങ്ക് ഓഫ് A if it is less than number of unknowns, then the homogeneous system has infinite number of solutions. ജസ്റ്റ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ കൺസിസ്റ്റൻസി എങ്ങനെയാണ് ചെക്ക് ചെയ്യുക ആൻഡ് ഇക്വേഷൻസ് സൊല്യൂഷൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയാം. ടെസ്റ്റ് ഫോർ കൺസിസ്റ്റൻസി ആൻഡ് സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അപ്പോൾ 4 സെറ്റ് ഓഫ്, അതായത് 4 number of equations തന്നിട്ടുണ്ട്. x plus 2y is equal minus z is equal to 3, 3x minus y plus 2z is equal to 1, 2x minus 2y plus 3z is equal to 2, and x minus y plus z is equal to minus 1. അപ്പോൾ LHSലെയും RHSലെയും സെപ്പറേറ്റ്, അതായത് Ax equal to B ആ ഫോർമുല ആദ്യം നമ്മൾ മെട്രിക്സ് ആയിട്ട് എഴുതണം. ഓക്കെ, ദാറ്റ് ഈസ് Ax equal to B ല് A എന്ന് പറയുന്നത് എന്താ? x y z ന്റെ കോഎഫിഷ്യൻസ് മെട്രിക്സ് ആണ്. അതായത് എക്സിന്റെ ഫസ്റ്റ് കോഎഫിഷ്യൻ ഫസ്റ്റ് സെറ്റില് ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യൻ 1 ആൻഡ് വൈയുടെ കോഎഫിഷ്യൻ 2, സെഡിന്റെ കോഎഫിഷ്യൻ -1. അതാണ് 1 2 -1 ഫസ്റ്റ് റോ വരുന്നത്. നെക്സ്റ്റ് കേസ് 3 -1 2, 3 -1 2. തേർഡ് ഇക്വേഷനിൽ 2 -2 3, 2 -2 3, ആൻഡ് ലാസ്റ്റ് വൺ 1 -1 1, 1 -1 1. ഇനി ഇത് A ആണ്, അത് കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്, ഇൻറ്റു x. എക്സ് പറയുന്നത് എന്താ? അൺനോൺ വേരിയബിൾസിന്റെ മെട്രിക്സ്. അതായത് ഇവിടെ ഇപ്പൊ എത്ര വേരിയബിൾസ് ഉണ്ട്? 3 എണ്ണം ഉണ്ട്, x y z. അപ്പൊ ആ x y z ന്റെ മെട്രിക്സ് ആണ് x എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ A ആണ് കോഎഫിഷ്യന്റ് മെട്രിക്സ്. സെക്കൻഡ് മെട്രിക്സ് അൺനോൺ വേരിയബിൾസിന്റെ മെട്രിക്സ് ആണ്. അപ്പോൾ അത് x y z 3 എണ്ണമായ മെട്രിക്സ് എഴുതി. ഇസ് ഈക്വൽ ടു B. B എന്ന് പറയുന്നത് എന്താ? RHSലെ കോൺസ്റ്റന്റ്സിന്റെ മെട്രിക്സ്, ദാറ്റ് ഇസ് 3 1 2 -1. ഇനി ഇതിൽ നിന്ന് ഓഗ്മെന്റഡ് മെട്രിക്സ് ചെയ്താൽ നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഓൾറെഡി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്താണ് അല്ലെ? അപ്പൊ ഓഗ്മെന്റഡ് മെട്രിക്സ് AB എന്ന് പറയുന്നത് എന്താ? ബിയിലത്തെ മെട്രിക്സിനെ എയുടെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുക ലാസ്റ്റ് കോളം ആയിട്ട്, അത്രേ ഉള്ളൂ. ദാറ്റ് ഇസ് ഇത്രയും പോർഷൻ ഇത് A ആണ് ആൻഡ് ദിസ് വൺ B ആണ്. ഓക്കെ, സോ എയുടെ പോർഷൻ പിന്നെ B ലാസ്റ്റ് കോളം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതിനെയാണ് ഓഗ്മെന്റഡ് മെട്രിക്സ് AB എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? സാധാരണ ചെയ്യാറുള്ള പോലെ
നമുക്ക് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് എല്ലാം ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? സോ എ ബിനെ ഫസ്റ്റ് റെഡ്യൂസ് ചെയ്തത് ഈ ഒരു ഫോമിലാണ്. ഏതൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്തു? R2 ചേഞ്ച് ടു R2 മൈനസ് 3R1. ഓക്കെ, R2 എന്ന് പറയുന്നത് ന്യൂ R2. ഇവിടുത്തെ R2 എന്ന് പറയുന്നത് എന്താ? പ്രീവിയസ് മെട്രിക്സിലെ R2 മൈനസ് 3R1. R3 എന്ന് പറയുന്നത് R3 മൈനസ് 2R1. പ്രീവിയസ്, തൊട്ട് മുന്നത്തെ പ്രീവിയസ്, അതായത് ഫസ്റ്റ് മെട്രിക്സിലെ എ ബി, അതിൽ നമ്മൾ ഈ ചെയ്ത ട്രാൻസ്ഫോർമേഷൻസിനെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണത്. R4 എന്ന് പറയുന്നത് R4 മൈനസ് R1. ഇനി അഗെയിൻ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നുണ്ട്. R3 transform to 7R3 minus 6R2 and R4 is transformed to 7R4 minus 3R2. അപ്പോൾ ഇവിടെ R3 7R3 minus 6R2 ഇത് ചെയ്ത് കാണിച്ചു തരാം. 7R3 ഇപ്പോൾ പ്രീവിയസ് മെട്രിക്സിൽ R3 എന്ന് പറയുന്നത് 0 minus 6 5 minus 4 അല്ലേ? R2 എന്ന് പറയുന്നത് 0 minus 7 5 minus 8. അപ്പോൾ 7R3 എന്താ വരിക? 7 into complete row നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 7 into 0 0, 7 into minus 6 minus 42, 7 into 5 35 and 7 into minus 4 minus 28. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് 7R3 കിട്ടി, ഇനി മൈനസ് 6R2. അപ്പോൾ മൈനസ് 6R2, അതായത് 6 R2ന്റെ ഓരോ എലമെന്റ്സിനെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 6 into 0 0, ഇനി 6 into minus 7 minus 42, 6 into 5 30, last one 6 into minus 8 minus 48. ഇനി എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യാം. കാരണം എന്താ? നമുക്ക് ഈ എലമെന്റ് 0 ആക്കണം അല്ലെ? ഫസ്റ്റ് എലമെന്റ് R3യിലെ ഓൾറെഡി 0 ആണ്, സെക്കൻഡ് എലമെന്റിനെ 0 ആക്കണം. സോ ഇവിടെ മൈനസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാം സൈൻ റിവേഴ്സ് ആയിട്ട് വരും. ഓക്കെ, സോ മൈനസ് 42 പ്ലസ് 42 0 ആയി, 35 മൈനസ് 35 ആയി, മൈനസ് 28 പ്ലസ് 48 എന്തായി? 20 ആയി. അപ്പോൾ നമുക്ക് വാല്യൂ എന്താ കിട്ടിയത്? ഫസ്റ്റ് ഓൾറെഡി 0 ആണ്. സോ ഇതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. ഇപ്പൊ കിട്ടിയ എലമെന്റ്സ് ഏതൊക്കെയാണ്? 0 0 5 20. ഇതാണ് ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ന്യൂ R3. ഇനി നെക്സ്റ്റ് കേസ് R4. R4 എന്ന് പറയുന്നത് 7R4 മൈനസ് 3R2. അപ്പൊ 7R4, അതായത് പ്രീവിയസിൽ R4 into 7 ചെയ്യണം, പിന്നെ മൈനസ് 3R2, മൈനസ് 3 ടൈംസ് R2 3R2. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 7R4 മൈനസ് 3R2. അപ്പോൾ ഇവിടെ ജസ്റ്റ് ചെയ്ത് നോക്കാം. 7R4 പറയുന്നത് 7 into 0 0, 7 into minus 3 minus 21, 7 into 2 14 and 7 into minus 4 minus 28. ഇനി മൈനസ് 3R2 ആണ്. 3R2 പറയുമ്പോൾ 3 into 0 0, 3 into minus 7 minus 21, 3 into 5 15 and 3 into minus 8 minus 24. ഇതെല്ലാം കൂടി സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അഗെയിൻ സൈൻ റിവേഴ്സൽ വരും. ഇവിടുത്തെ മൈനസ് പ്ലസ് ആവും, ഇവിടുത്തെ പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. സോ മൈനസ് 21 പ്ലസ് 21 എന്തായി? 0 ആയി. ഫസ്റ്റ് എലമെന്റ് ഓൾറെഡി 0 ആണ്, സെക്കൻഡ് ക്യാൻസൽ ആയിപ്പോൾ 0 ആണ്. 14 മൈനസ് 15 മൈനസ് 1 വരും, മൈനസ് 28 പ്ലസ് 24 എന്താ വരും? മൈനസ് 4 വരും. അതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ R4. ദാറ്റ് ഇസ് 0 0 മൈനസ് 1 മൈനസ് 4. ഇനി ലാസ്റ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തിരിക്കുന്നത് R4 is transformed to 5R4 plus R3. R4 എന്ന് പറയുന്നത് 5R4 plus R3 ആണ്. അതായത് R4 എന്ന് പറയുന്നത് പ്രീവിയസിൽ ഇതാണ്, R3 ഇത് 5R4 plus R3 ചെയ്യണം അല്ലെ? അപ്പോൾ 5R4 എന്ന് പറയുന്നത് 5 into 0 5 into 0 5 into minus 1 5 into minus 4. കറസ്പോണ്ടിങ് എലമെന്റ്സ് എഴുതാം. 5 into 0 0, 5 into 0 0, 5 into minus 1 minus 5 and 5 into minus 4 minus 20 plus R3 പറയുന്നത് 0 0 5 20 അങ്ങനെ എടുത്തെഴുതി അല്ലെ? അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 0 minus 5 plus 5 0 minus 20 plus 20 0. അപ്പോൾ എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ 0 ആയിട്ട് കിട്ടും. എല്ലാം 0 ആവണമെന്നില്ല, ബട്ട് നമുക്ക് ഇവിടെ മൈനസ് 1 എന്ന് പറയുന്നത് 0 ആക്കണമായിരുന്നു. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്തത്. അത് കാരണം നമുക്ക് ഓൾറെഡി ബാക്കി എല്ലാ എലമെന്റ്സും 0 ആയി കിട്ടി. ഇനി ഇപ്പൊ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് നമുക്കറിയാം, ഓൾറെഡി ഇപ്പൊ റെഡ്യൂസ്ഡ് ആയി കിട്ടിയ മെട്രിക്സിൽ
റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഏറ്റവും തൊട്ട് മുന്നത്തെ മെട്രിക്സിൽ ഏറ്റവും ലാസ്റ്റ് റോ, ഫോർത്ത് റോ എല്ലാം 0 ആണ്. സോ അത് കൺസിഡർ ചെയ്യണ്ട. അപ്പൊ റാങ്ക് ഓഫ് എ ബി എന്താ? പ്രീവിയസ് മെട്രിക്സ്, ജസ്റ്റ് പ്രീവിയസ് മെട്രിക്സിൽ 3 ആണ്. കാരണം നോൺ സീറോ റോസ് എത്ര ഉണ്ട്? 3 ആണ്. അപ്പോൾ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് 3 ആണ്. അതിൽ റാങ്ക് ഓഫ് എയും എന്താണ്? നമുക്ക് എയുടെ മാത്രം എടുത്താൽ, ഇപ്പോൾ എ ബി ആണല്ലോ തൊട്ട് മുന്നത്തെ റെഡ്യൂസ് മെട്രിക്സിൽ കിട്ടിയത്. അപ്പൊ അതിൽ എ പോർഷൻ മാത്രം എടുത്താലും ആ മെട്രിക്സിന്റെയും നമുക്ക് റാങ്ക് എന്താ കിട്ടിയിരിക്കുന്നത്? നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്താ? അതും 3 ആണ്. ക്ലിയർ ആയോ? തൊട്ട് മുന്നേ കിട്ടിയ റെഡ്യൂസ്ഡ് മെട്രിക്സിന്റെ കാര്യമാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. അപ്പൊ അതിൽ ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബിയുടെ കാര്യം തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എ ബി മൊത്തമായിട്ട് എടുത്താലും അതിന്റെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് 3 ആണ്. ആൻഡ് എനെ മാത്രം സെപ്പറേറ്റ് ആയി എടുത്ത് നോക്കിയാലും അതിൽ നോൺ സീറോ റോസ് എത്രയാണ്? 3 ആണ്. സോ ഇത് രണ്ടും ഈക്വൽ അല്ലേ? ഇനി നമ്പർ ഓഫ് അൺനോൺസ് എന്താ? അത് ഓൾറെഡി നമുക്കറിയാം, എക്സ് വൈ സെഡ്, അതും 3 ആണ്. സോ ഇതെല്ലാം ഈക്വൽ ആയി അല്ലെ? അതിന്റെ അർത്ഥം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ, ഡിസ്കസ് ചെയ്ത കണ്ടീഷനിൽ ഇഫ് റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ദെൻ ദ സിസ്റ്റം ഇസ് കൺസിസ്റ്റന്റ് ആൻഡ് ഹാസ് എ യൂണീക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് സൊല്യൂഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. സോ ആ കണ്ടീഷൻ എഴുതാം, ദ ഗിവൺ സിസ്റ്റം ഇസ് കൺസിസ്റ്റന്റ് ആൻഡ് ഹാസ് എ യൂണീക് സൊല്യൂഷൻ സിൻസ് എന്താ? റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി is equal to number of unknowns. ഇതുകൊണ്ടാണ് സിസ്റ്റം എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണ്, യൂണിക് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാൻ കാരണം. ഇനി നമ്മൾ സാധാരണ ഗോസ് എലിമിനേഷൻ മെത്തേഡിലൊക്കെ ചെയ്തിരുന്നില്ലേ, റെഡ്യൂസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അഗെയിൻ നമ്മൾ എ എക്സ് ഇക്വൽ ടു ബി ഫോമിൽ എഴുതിയിട്ട് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് നമ്മൾ ചെയ്തിരുന്നില്ലേ, വാല്യൂസ് കണ്ടുപിടിച്ചിരുന്നില്ലേ, അതേപോലെ ചെയ്യാം. ഇവിടെ ഇപ്പോൾ എ എക്സ് ഇക്വൽ ടു ബിയിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. നമുക്ക് റെഡ്യൂസ് മെട്രിക്സ് കിട്ടിയില്ലേ, അതിൽ എയുടെ മെട്രിക്സ് മാത്രം സെപ്പറേറ്റ് ആയി എഴുതാം. എക്സിന്റെ മെട്രിക്സ് നമുക്ക് ഓൾറെഡി അറിയാം, എക്സ് വൈ സെഡ് ആണ്. ബിയുടെ മെട്രിക്സ് ആ റെഡ്യൂസ്ഡ് ഫോം എന്ന് കിട്ടിയില്ലേ, അതാണ് 3 - 8 20. ഇനി ഇതിൽ എക്സ് പ്ലസ് 2y മൈനസ് സെഡ് ഇസ് ഈക്വൽ ടു 3, അതായത് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. ഇപ്പൊ നമ്മൾ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് മെട്രിക്സിന്റെ റോയും സെക്കൻഡ് മെട്രിക്സിന്റെ കോളം തമ്മിലാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. എന്നിട്ട് ഓരോ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് നെക്സ്റ്റ് എലമെന്റ്സ് എന്താകും? ആഡ് ചെയ്യും. സോ ഇവിടെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 1 2 -1 ആണ്. ആൻഡ് സെക്കൻഡ് മെട്രിക്സ് ഓൾറെഡി കോളം മെട്രിക്സ് ആണ്, ഒരു കോളമേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേറെ കൺഫ്യൂഷൻസ് ഇല്ല. സോ 1 ഇൻറ്റു എക്സ്, അതായത് എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ, ദാറ്റ് ഇസ് പ്ലസ് 2y പ്ലസ് -1 ഇൻറ്റു സെഡ്, അതായത് മൈനസ് സെഡ് ഇസ് ഈക്വൽ ടു ആർച്ചസിലെ ഫസ്റ്റ് എലമെന്റ് എന്താ? 3. ഇങ്ങനെയാണ് മെട്രിക്സ് നമ്മൾ ഇതുപോലെ ഇക്വേഷൻ ഫോമിൽ എഴുതുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ കിട്ടുക? സെക്കൻഡ് ഇക്വേഷൻ പറയുമ്പോൾ 0 ഇൻറ്റു എക്സ് പ്ലസ് -7 ഇൻറ്റു വൈ പ്ലസ് 5 ഇൻറ്റു സെഡ് ഇസ് ഈക്വൽ ടു -8, അതായത് -7y പ്ലസ് 5z ഇസ് ഈക്വൽ ടു -8. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഇനി തേർഡ് ഇക്വേഷൻ എങ്ങനെ കിട്ടുക? തേർഡ് ഇക്വേഷനിൽ ഏറ്റവും ഈസിയസ്റ്റ് ഫോം ആയിരിക്കും, അതായത് 5 ഇൻറ്റു സെഡ്, ബാക്കിയെല്ലാം 0 നമ്മൾ റെഡ്യൂസ് ചെയ്തില്ലേ, അപ്പോൾ 0 ആയി. അപ്പോൾ 5 ഇൻറ്റു സെഡ് ഇസ് ഈക്വൽ ടു 20. അപ്പോൾ 5z ഇസ് ഈക്വൽ ടു 20 കിട്ടും. ഇനി ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം, അതായത് ഇതിൽ നിന്ന് z കിട്ടും. സെഡിന് തൊട്ട് മുന്നത്തെ ഇക്വേഷൻ പ്രീവിയസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y കിട്ടും. ആൻഡ് അഗെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഓഫ് y ആൻഡ് z ഇൻ ദ ഫസ്റ്റ്, ദാറ്റ് ഇസ് പ്രീവിയസ് ഇക്വേഷൻ, ജസ്റ്റ് പ്രീവിയസ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് എക്സും വൈയും സെഡിന്റെ വാല്യൂസ് കിട്ടും. ഇതിനാണ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 5z ഇസ് ഈക്വൽ ടു 20 കിട്ടി. സോ z ഈക്വൽ ടു 4 എന്നുള്ള വാല്യൂ കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷൻ, പ്രീവിയസ് ഇക്വേഷൻ എന്താ? സെക്കൻഡ് ഇക്വേഷൻ, അതിൽ സെഡിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടും, 4 എന്നുള്ള വാല്യൂ കിട്ടും. അഗെയിൻ ഇനി നമുക്ക് വൈയും സെഡും കിട്ടി. എക്സിന്റെ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇക്വേഷൻ, ഏറ്റവും ജസ്റ്റ് പ്രീവിയസ് ഇക്വേഷൻ, പിന്നെ എന്താ? സെക്കൻഡിന്റെ പ്രീവിയസ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ ആണ്. അതിൽ വൈയുടെയും സെഡിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സിന്റെ വാല്യൂ -1 കിട്ടും. Therefore the system of equations, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസിന്റെ വാല്യൂ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എന്താ? യൂണീക്. നമ്മൾ ആദ്യം കൺസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു, കണ്ടുപിടിച്ചു. പിന്നെ യൂണീക് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു. ആൻഡ് എക്സിന്റെ വൈയുടെയും സെഡിന്റെ വാല്യൂസ് എന്താ? എക്സ് ഈക്വൽ ടു -1, വൈ ഈക്വൽ ടു 4, സെഡ് ഈക്വൽ ടു 4. Second question, find the value of a and b for which the system of linear equations x plus 2y plus 3z is equal to 6, x plus 3y plus 5z is equal to 9, 2x plus 5y plus az is equal to b has no solution, a unique solution and
ഫൈനലി ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഇത് കുറച്ച് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഡയറക്റ്റ് ആയിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടാണ്. അതായത് എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റൻസ് ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഇക്വേഷൻസിൽ എയുടെയും ബിയുടെയും വാല്യൂസ് ഉണ്ട്. ഓക്കെ, എയും ബി എത്രയാന്ന് നമുക്ക് അറിയില്ല. ബട്ട് നമുക്ക് തന്നിരിക്കുന്നത് മൂന്ന് കേസസിലും നമ്മൾ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് എ ആൻഡ് ബി കൺസിഡർ ചെയ്യണം. അതായത് ഫസ്റ്റ് കേസിൽ നോ സൊല്യൂഷൻ. ഇപ്പൊ നോ സൊല്യൂഷനിൽ എ ആൻഡ് ബിയുടെ വാല്യൂസ് എന്തായിരിക്കും അത് കണ്ടുപിടിക്കണം. സെക്കൻഡ് കേസിൽ യുണീക് സൊല്യൂഷൻ ആണെങ്കിൽ എ ആൻഡ് ബിയുടെ വാല്യൂസ് എന്തായിരിക്കണം അത് കണ്ടുപിടിക്കണം. ആൻഡ് ലാസ്റ്റിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസിലും എ ആൻഡ് ബി വാല്യൂസ് എന്താണ് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മെട്രിക്സ് ചെയ്ത് ഓഗ്മെന്റഡ് ഫോം ചെയ്ത് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കണ്ടീഷൻസ് എടുത്തിട്ടാണ് എ ആൻഡ് ബി വാല്യൂസ് സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് കേസിൽ നമ്മൾ ആദ്യം തന്നെ എ ബി ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എഴുതുകയാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് എ എന്ന് പറയുന്നത് എന്താ, എ ബി പറയുമ്പോൾ ഈ ഒരു പോർഷൻ ആണ് എ അല്ലെ, ആൻഡ് ദിസ് വൺ ഇസ് ബി. അപ്പൊ എ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് മെട്രിക്സ്. നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻസിൽ എക്സ് വൈ സെഡിന്റെ കോഎഫിഷ്യൻസ് 1 2 3, സെക്കൻഡ് കേസിൽ 1 3 5 ആൻഡ് തേർഡ് കേസിൽ 2 5 a. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 2 3 1 3 5 2 5 a കോഎഫിഷ്യൻസ് എക്സ് വൈ സെഡിന്റെ കോഎഫിഷ്യൻസ് കറക്റ്റ് ഫസ്റ്റ് റോയില് ഫസ്റ്റ് ഇക്വേഷന്റെ, സെക്കൻഡ് റോയില് സെക്കൻഡ് ഇക്വേഷന്റെ, ആൻഡ് തേർഡ് റോയില് തേർഡ് ഇക്വേഷന്റെ എഴുതി. നെക്സ്റ്റ് ബി എന്ന് പറയുന്നത് RHS തന്നിരിക്കുന്ന വാല്യൂ 6 9 b. അപ്പൊ അതും എഴുതി. നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി കിട്ടി. ഇനി എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യാം. R2 എന്ന് പറയുന്നത് R2 മൈനസ് R1. അപ്പൊ ഇവിടെ R1 R2 പ്രീവിയസ് മെട്രിക്സ് ആണ് കേട്ടോ നോക്കട്ടെ. R2 മൈനസ് R1 എന്ന് പറയുമ്പോൾ 1 മൈനസ് 1 എന്താ 0, 3 മൈനസ് 2 എന്ന് പറയുന്നത് 1 ആണ്, 5 മൈനസ് 3 2 ആണ്, 9 മൈനസ് 6 3 ആണ്. അപ്പൊ അതാണ് 0 1 2 3 കിട്ടിയിരിക്കുന്നത്. ആൻഡ് വൺ മോർ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. R3 is transformed to R3 minus 2R1. R3 minus 2R1 ഇതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. അപ്പൊ R3 and R1 2R1 എന്നിട്ട് ഇത് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ R3 എന്ന് പറയുന്നത് 2 5 AB. സോ 2 5 AB. ഇനി മൈനസ് 2R1. R1 പറയുമ്പോൾ 2 into 1 2, 2 into 2 4, 2 into 3 6 and 2 into 6 എന്താ 12 ആണ്. ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്താൽ 2 minus 2 ഇത് ക്യാൻസൽ ആയി. അത് 0 ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. 5 minus 4 1, a minus 6 അങ്ങനെ തന്നെ എഴുതുക. എയുടെ വാല്യൂ നമുക്ക് അറിയില്ല. ആൻഡ് b minus 12ഉം അങ്ങനെ തന്നെ എഴുതാം. സോ നമുക്ക് കിട്ടിയ റോ എന്താ 0 1 a minus 6 b minus 12. ഇനി നെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷൻ എന്താ, R3 ജസ്റ്റ് ട്രാൻസ്ഫോം ടു R3 minus R2. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യാം. കാരണം എന്താ ഇവിടെ ഇപ്പോൾ 1 ആണ് ഇതും 1 ആണ്. ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഈ 1നെ 0 ആക്കാൻ പറ്റും. സബ്ട്രാക്ട് ചെയ്താൽ 0 minus 0 0, 1 minus 1 0, a minus b minus 2 a minus 6 ആണ് കേട്ടോ. ഇത് 6 ആണ്. a minus 6 minus 2 എന്ന് പറയുന്നത് എന്താ minus 6 minus 2 minus 8 ആണ്. സോ a minus 8. ആൻഡ് ലാസ്റ്റ് വൺ b minus 12 minus 3 എത്രയാണ് b minus 15. ഇതാണ് ഇപ്പോൾ ട്രാൻസ്ഫോം ചെയ്ത് കിട്ടിയിരിക്കുന്ന മെട്രിക്സ്. ഇനി ഓരോ കേസും കൺസിഡർ ചെയ്യാൻ പോവാണ്. ഇനിയാണ് നമ്മൾ ഓരോ കേസും കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോ സൊല്യൂഷൻ. അപ്പൊ നോ സൊല്യൂഷനിൽ റാങ്ക് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് എ. നോ സൊല്യൂഷൻ പറഞ്ഞാൽ എന്താ, രണ്ടിന്റെയും റാങ്ക് എന്ന് പറയുന്നത് ഈക്വൽ ആവാൻ പാടില്ല അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂസ് അറിയില്ല, നമ്മൾ തിരിച്ചാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആദ്യം കണ്ടീഷൻ ആയിട്ട് എടുക്കുകയാണ്. സാധാരണ നമ്മൾ ഇത് കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാം, നമ്മൾ ആദ്യം റാങ്ക് ചെക്ക് ചെയ്യും അല്ലെ, നമ്പർ ഓഫ് അൺനോൺസ് ചെക്ക് ചെയ്യും. അതിന്റെ കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ട് കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ പറയും. ഇവിടെ നേരെ തിരിച്ചാണ്. നമുക്ക് തന്നിരിക്കുന്നത് ഓരോ കേസ് വൈസ് ആയിട്ട് കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യും. അതനുസരിച്ച് എയുടെയും ബിയുടെയും വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയല്ലോ. അപ്പൊ നോ സൊല്യൂഷൻ പറയുമ്പോൾ നമുക്കറിയാം റാങ്ക് ഓഫ് എ ബി മസ്റ്റ് നോട്ട് ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ അല്ലെ. അതിന്റെ അർത്ഥം ഇപ്പൊ പ്രീവിയസ്ലി കിട്ടിയ നമ്മുടെ മെട്രിക്സിൽ ഇപ്പൊ ലാസ്റ്റ് സെറ്റില് ഈ a minus 8 എന്ന് പറയുന്ന എലമെന്റിലെ അത് 0 ആയാലും കുഴപ്പമില്ല. പക്ഷെ b minus 15 നോട്ട് ഈക്വൽ ടു 0. അതായത് b minus 15 0 ആവാൻ പാടില്ല. കാരണം എന്താ, അങ്ങനെ 0 ആയി കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് റാങ്കും ഈക്വൽ ആവില്ലേ. അതുകൊണ്ടാണ് പറയുന്നത് a minus 8 0 ആവാം, പക്ഷെ b minus 15 must not be equal to 0. ക്ലിയർ ആയില്ല. അപ്പൊ നോ സൊല്യൂഷൻ പറഞ്ഞാൽ റാങ്ക് ഈക്വൽ ആവാൻ പാടില്ല.
റാങ്ക് ഈക്വൽ ആവാൻ പാടില്ലെങ്കിൽ അതിന്റെ അർത്ഥം a മൈനസ് 8 എന്ന് പറയുന്ന എലമെന്റ് 0 ആവണം. പക്ഷെ b മൈനസ് 15 0 ആവാൻ പാടില്ല. 0 ആയി കഴിഞ്ഞാൽ റാങ്ക് ഈക്വൽ ആയി പോകും. അപ്പൊ നോ സൊല്യൂഷൻ അല്ലല്ലോ. ഇപ്പൊ നോ സൊല്യൂഷന്റെ കേസിൽ നമ്മൾ b മൈനസ് 15 നോട്ട് ഈക്വൽ ടു 0 കൺസിഡർ ചെയ്യണം. ഇനി ഈ രണ്ട് കേസിലും a മൈനസ് 8 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a is equal to 8 അല്ലേ. അതേപോലെ b മൈനസ് 15 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 അങ്ങോട്ട് പോയാൽ b എന്ന് പറയുന്നത് എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു 15 ആണ്. ക്ലിയർ ആയല്ലോ. സെക്കൻഡ് കേസിൽ യുണീക് സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യുണീക് സൊല്യൂഷന്റെ കണ്ടീഷൻ എന്താ? റാങ്ക് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. ഓക്കെ, യുണീക് കണ്ടീഷൻ ആണെങ്കിൽ ഇതാണ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. സോ നമ്പർ ഓഫ് അൺനോൺസ് നമുക്കറിയാം XYZ 3 ആണ്. അപ്പോ ഇതേപോലെ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും 3 ആവണമെങ്കിൽ a മൈനസ് 8 മസ്റ്റ് നോട്ട് ബി ഈക്വൽ ടു 0. പിന്നെ b എന്ന് പറയുന്നത് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അതായത് a മൈനസ് 8 ആ റെഡ്യൂസ്ഡ് മെട്രിക്സിന്റെ കേസാണ് പറയുന്നത്. a മൈനസ് 8 0 ആവാൻ പാടില്ല. 0 ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ക്ലിയർ ആയോ? അപ്പോ a മൈനസ് 8 ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. അതിന്റെ അർത്ഥം എന്താ? a എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 8. അത് ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് കേസിൽ b മൈനസ് 15 b യുടെ വാല്യൂ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അവിടെ ബോധഡ്, അതായത് റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ b മൈനസ് 15 b ഏത് വാല്യൂ എടുത്താലും കുഴപ്പമില്ല. ക്ലിയർ ആയല്ലോ. അപ്പൊ സെക്കൻഡ് സെറ്റിൽ a എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 8 ആയിരിക്കണം. b ക്യാൻ ടേക്ക് എനി വാല്യൂ. ഇനി തേർഡ് കേസിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷന്റെ കണ്ടീഷൻ ആദ്യം എഴുതാം. റാങ്ക് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ രണ്ട് വാല്യൂസും, അതായത് a മൈനസ് 8 0 ആയിരിക്കണം, b മൈനസ് 15 0 ആയിരിക്കണം. കാരണം എന്താ? റെഡ്യൂസ്ഡ് ഓഗ്മെന്റഡ് മെട്രിക്സിൽ എ ബിയുടെ റാങ്ക് എന്ന് പറയുന്നത് 2 ആയി പോകും. എപ്പോഴാണ്? when a മൈനസ് 8 equal to 0 and b മൈനസ് 15 equal to 0. ഒന്നുകൂടി പറഞ്ഞുതരാം. റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഓഗ്മെന്റഡ് മെട്രിക്സിലെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കിട്ടിയ റെഡ്യൂസ്ഡ് ഫോം, അതിൽ എ ബി എന്ന് പറയുന്ന മെട്രിക്സിലെ ലാസ്റ്റ് രണ്ട് എലമെന്റ്സ് ആണ് a മൈനസ് 8 b മൈനസ് 15. അപ്പൊ നമ്മളിവിടെ എയുടെയും ബിയുടെയും വാല്യൂസ് ആണ് നമുക്ക് ജനറലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ a മൈനസ് 8 0 ആയിരിക്കണം, b മൈനസ് 15 0 ആയിരിക്കണം. കാരണം എന്താ? ഇത് രണ്ടും 0 ആയി കഴിഞ്ഞാൽ നമ്മുടെ മെട്രിക്സ് എന്തായിരിക്കും? എ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ റാങ്ക് എന്തായി മാറും? ഏറ്റവും ലാസ്റ്റ് റോ 0 ആയി പോകും അല്ലെ. അപ്പൊ അത് കൺസിഡർ ചെയ്യണം. വേണ്ട, നോൺ സീറോ റോസ് അപ്പൊ എത്ര ഉണ്ടാവും? 2 ഉണ്ടാവുള്ളൂ. അതായത് റാങ്ക് ഓഫ് എ ബി എന്തായിരിക്കും? 2 ആയിരിക്കും. ഈ 2 എന്ന് പറയുന്ന വാല്യൂ ലെസ് ദാൻ 3 അല്ലേ. അതായത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്പർ ഓഫ് അൺനോൺസ് 3 ആണ്. നമുക്കിപ്പോ a മൈനസ് 8 0 കൊടുത്തിട്ട് b മൈനസ് 15 0 കൊടുത്തു കഴിഞ്ഞാൽ എ ബിയുടെ റാങ്ക് എത്ര കിട്ടുക? 2 ആണ് കിട്ടുക. ദാറ്റ് ഇസ് ലെസ് ദാൻ 3 അല്ലെ. അതുകൊണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവും. സോ a മൈനസ് 8 b മൈനസ് 15 ഈക്വൽ ടു 0 ആണ്. അതിന്റെ അർത്ഥം a ഈക്വൽ ടു 8 ആണ്, b ഈക്വൽ ടു 15 ആണ്. ഈ ഫർദർ ടോപ്പിക്സ് ആൻഡ് പ്രോബ്ലംസ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.